ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ എന്താ പറയുക, അടുക്കളയിൽ ജോലിയിലാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ, ഞങ്ങൾ കഴിച്ചു. അതിന് ശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് കുക്കറിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുണ്ടെന്ന്, ഞാനിന്ന് എൻ്റെ വീട്ടിൽ പോവാണ്. നമുക്കിന്ന് ഇന്നും നാളെയും കല്യാണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയൊക്കെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. വീട്ടിൽ വാപ്പായും അനിയനും ഉള്ളതാണ്. അപ്പോൾ അവർക്ക് കറിയൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കറിൽ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. കുഞ്ഞോളെ ഇക്കാക്ക എടുത്തുകൊണ്ടിരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇതേ പച്ചമുളക് കീറിയിട്ടു. അതിനുശേഷം സവാളയൊക്കെ നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇതേ തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊരു ഉടായ്പ് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെയാണ് തയ്യാറാക്കുന്നത്. കാരണം എനിക്ക് വീട്ടിൽ പോകണം, എല്ലാവരും റെഡിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അങ്ങനെ അതേ തക്കാളിയും ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല. ഞാനെപ്പോഴും ചിക്കൻ മസാലയുടെ ഒപ്പം കുറച്ച് മീറ്റ് മസാലയോടും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അയാനെയും അതുപോലെ തന്നെ സെയ്ഫാനെയും അനിയൻ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എന്നിട്ട് മുടിയൊക്കെ വെട്ടിച്ച് അവരിതേ പോയി കുളിച്ചു. എന്നിട്ട് ഡ്രസ്സ് മാറാണേ. അപ്പോൾ പോകാനുള്ള ഡ്രസ്സ് എടുത്ത് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ കോഡ് സെറ്റാണ് അവന് നമ്മൾ കഴിഞ്ഞ പെരുന്നാളിന് മേടിച്ചതായിരുന്നു. അപ്പോൾ അവന് ഇട്ടിട്ട് ശരിയാവണില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. ഷർട്ടും എല്ലാം തന്നെ ഇടാനായിട്ട് ഇവർക്ക് അറിയാം കേട്ടോ. ഞാൻ അത് കുഞ്ഞിലെ മുതലൊക്കെ ശീലിപ്പിക്കണോണ്ട് കുറച്ചൊക്കെ സെറ്റാക്കി ഇട്ടോളും. അപ്പോൾ ആൾക്ക് ബട്ടൺ ഇട്ടേക്കണോണ്ട് അത് ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് ആൾക്ക് മനസ്സിലാവണില്ല കേട്ടോ. അന്നേരം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നതാണ്. അപ്പോൾ ഞാൻ ബട്ടൺ ഊരി കഴിഞ്ഞപ്പോൾ ആൾ ഇട്ടോളാമെന്നും പറഞ്ഞ് അവിടെ ഇടുന്നുണ്ടേ. പൊടികളൊക്കെ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അത് മിക്സായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. വലിയ ചിക്കനായിട്ടാണ് കട്ട് ചെയ്തേക്കണമെങ്കിൽ ഒരു വിസിൽ അടുപ്പിക്കണം. അല്ല വളരെ ചെറുതായിട്ടൊക്കെയാണ് കട്ട് ചെയ്തേക്കണമെങ്കിൽ ഒരു വിസിൽ അടിച്ചതിന് ശേഷം കുറച്ച് എയറങ്ങ് കളയണം, നല്ലതായിരിക്കും കേട്ടോ. അങ്ങ് വല്ലാണ്ട് വെന്ത് പോകത്തില്ല. അയാനും സൈഫാനും മുടി വെട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ അവർ വേഗം കുളിച്ച് റെഡി ആവാണ് കേട്ടോ. അല്ലെങ്കിലും അയാൻ അങ്ങനെയാണ്. അയാൻ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ധൃതിയാണ് റെഡി ആവാനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഞാനും സാലയും കൂടെ പോയി മുടി വെട്ടണം. ഞാൻ സാലിനെ വിടാതിരുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞോളുടെ മുടി കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനിയനോട് പറഞ്ഞു, സാലീനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അവൻ പോകാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ജോലികളുണ്ട്. കാരണം അടുക്കളയിലെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. കാരണം ഞാൻ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വരുള്ളൂ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം, അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ പെരയൊക്കെ ഒന്ന് അടിച്ചു വാരണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. റൂമുകളെല്ലാം ഒന്ന് അടുക്കി പെറുക്കണം. ഉള്ള തുണികളും അതും ഇതൊക്കെ അങ്ങനെയൊക്കെ ആകെ മുടയായി കിടക്കായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാണ്. എന്നാൽ ഞാൻ തന്നെയാണ് കേട്ടോ പോണത് വീട്ടിലേക്ക്. ഞാൻ ആദ്യം വിചാരിച്ചത് ബസ്സിന് പോകാമെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അനിയൻ പറഞ്ഞു ഞാനൊരു കാറ് സംഘടിപ്പിക്കാൻ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ സമാധാനമായി കേട്ടോ. ബസ്സിനൊക്കെ പോകുമ്പോൾ പിള്ളേരെയും കൂടി തനിച്ച് പോകണ്ടേ. ഇക്ക ഒന്നില്ലെങ്കിൽ എന്താ പറയുക, ചില ദിവസങ്ങളിൽ ഇക്ക ഡ്യൂട്ടിയിലായിരിക്കും. ചില സമയങ്ങളിൽ ഞായറാഴ്ചയൊക്കെ കളി ഉണ്ടാവും കേട്ടോ, ക്രിക്കറ്റ് കളി ഉണ്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാ ദിവസവും ജോലിക്ക് പോകല്ലേ, ഈ ഒരു ദിവസം മാത്രമല്ലേ കളിക്കാനൊക്കെ ആയിട്ട് കിട്ടുന്നുള്ളൂ. അപ്പം മാക്സിമം ഞാൻ ഇക്കാൻ അങ്ങനെ ശല്യം ചെയ്യാറില്ല കേട്ടോ. ഇക്ക പൊക്കോട്ടെ എന്ന് വിചാരിക്കും. ഞാൻ എന്താ പറയുക, ഞാൻ തന്നെയായിരിക്കും, ഞാനും പിള്ളേരും കൂടിയൊക്കെ ആയിരിക്കും കല്യാണത്തിനൊക്കെ പോവുക. ഇന്നിപ്പോൾ അതുപോലെ തന്നെ ഇന്ന് കളിയാണോ അതോ ജോലിക്ക് പോയേക്കണയാണോ എന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചായി, ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഇക്ക ഇല്ല കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ അടിച്ചു വാരൽ എൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളും കൊണ്ടുപോകാനുള്ളതും ഒക്കെ എടുത്ത് വെക്കണം. വീട്ടിൽ കൂടെ ഇടാനെടുക്കണം. പിന്നെ 2 ദിവസവും കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഞാൻ 2 ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഉടുപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ അതിൽ 2 പിള്ളേർക്ക്, കൊച്ചാപ്പാടെ മോളുടെ കൊച്ചിനും അതുപോലെ തന്നെ മാമാടെ മോൻ്റെ കൊച്ചിനും ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് 2ഉം കൊടുക്കാനുള്ളത് എടുക്കണം. അങ്ങനെ കുറേ ഐറ്റംസ്, ചെരുപ്പ്, ഷൂ കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ബസ്സിന് പോവാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഇടങ്ങേറായി പോയേനെ ഞാൻ. അതുപോലെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അങ്ങനെ നമ്മുടെ കുഞ്ഞോള് കരച്ചിൽ തുടങ്ങിയപ്പോൾ അതേ മൂത്തവൻ എൻ്റെ കയ്യിലേക്ക് തന്നു കേട്ടോ. പിന്നെ എന്നാന്ന് വെച്ചാൽ അടിച്ചു വാരണതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞോള് ഇങ്ങനെ ആ ചൂല് പോണത് നോക്കി ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കൈക്ക് കുറച്ച് വേദന തോന്നും. അല്ലെങ്കിൽ നിവർന്നിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ല. പക്ഷേ ഈ ഞാൻ പെര അടിക്കണാണെങ്കിലും മുറ്റടിക്കുമ്പോഴാണെങ്കിലും കുനിഞ്ഞിങ്ങനെ കിടക്കും. അതങ്ങനെ അടിക്കണ കാണാനുള്ള രസം കണ്ടിട്ടാണ്. അന്നേരം നമുക്ക് കൈ വേദന എടുക്കും. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചു വാരി തീർക്കാമെന്ന് വിചാരിച്ചു. അന്നേരം സാലി പറഞ്ഞു സാലി മേശയൊക്കെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ആളവിടെ മേശയൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. കാരണം എല്ലാവരും കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണതും അതും ഇതൊക്കെ എപ്പോഴും ടേബിളിന്മേയും താഴെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവൻ വേഗം കസേരയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ വേഗം ക്ലീൻ ചെയ്യുകയാണേ. അപ്പോഴേക്കും എനിക്ക് കൈ വേദന എടുത്ത് തുടങ്ങി കേട്ടോ. കാരണം കുഞ്ഞോള് സമ്മതിക്കുന്നില്ല, അവളിങ്ങനെ തൂങ്ങി തൂങ്ങി പോകണ കാരണം ഈ കൈ വേദന എടുത്ത് തുടങ്ങി. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാം, നീ കുഞ്ഞോളെ പിടിച്ചോളാൻ പറഞ്ഞു. അവനെ കുഞ്ഞോളെ വീണ്ടും ഏൽപ്പിച്ചു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും കുഞ്ഞോളെ നമ്മുടെ സാലീനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ വീണ്ടും പെര അടിച്ചു വാരാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ പല ജോലികളിലേക്കും ഇതിൻ്റെ ഇടയിലൂടെ പോകുന്നുണ്ട്. അതാണ് സമയം വൈകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ധൃതിയിൽ ചെയ്യണത് എന്നാന്ന് വെച്ചാൽ അനിയനാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം അവർക്ക് എന്തോ ആവശ്യം തൊടുപുഴയിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം അവർക്ക് ആ ഒരു പ്രോഗ്രാമിന് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ധൃതി പിടിച്ച് റെഡി ആവാണെങ്കിൽ അവൻ ടൈം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് സ്പീഡിൽ തന്നെ അടിച്ചു വാരി ഇടാനേ. അങ്ങനെ അടിച്ചുവാരലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടിവാടിന് പോവാണ് മുടി വെട്ടാനായിട്ട്. സാലിയുടെ മുടി നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ സാലിയുടെയും വെട്ടണം, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞോളുടെയും വെട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോവാണ്. അപ്പോൾ കുഞ്ഞോൾ സമ്മതിക്കുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ മുടി വെട്ടാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭായിമാരാണ് കേട്ടോ. ഇവരെന്നാന്ന് വെച്ചാൽ ഇവർ നല്ല സ്പീഡിൽ വെട്ടു കേട്ടോ. പിന്നെ ആരുടെ വെട്ടിയാലും 100 രൂപയാണ് കേട്ടോ. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുഞ്ഞോളുടെ വെട്ടാന്ന് വെച്ചാൽ കുഞ്ഞോളുടെ മുടിയൊന്നും വെട്ടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബാക്കിലൊന്ന് ഷേപ്പാക്കിയുള്ളൂ, അപ്പാച്ചി മാതിരി ഒന്ന് ചെയ്തോളൂ. അതും കുറച്ചേ ചെയ്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞോൾ കരച്ചിൽ തുടങ്ങി കേട്ടോ. എന്നിട്ട് പോലും കുഞ്ഞോൾക്ക് 100 രൂപ എടുത്തു കേട്ടോ. കാരണം മുടി ഒന്നും ചെയ്തില്ല, സത്യം പറഞ്ഞാൽ വളരെ കുറച്ച് ചെയ്തോളൂ. പക്ഷെ അതിനും 100 രൂപ തന്നെയാണ് ചാർജ്. പിന്നെ ഇവരുടെ സർവീസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നി. കാരണം പെട്ടെന്ന് തന്നെ മുടി വെട്ടി കഴിയും, ഒരുപാട് ടൈമൊന്നും ഇരിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കുഞ്ഞോളെ ആയിട്ടൊക്കെ മുടി വെട്ടണത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഫേഷ്യലും അങ്ങനെ കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ ജെൻസിൻ്റെ. അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാനിതവിടെ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഇതിന് മുന്നേ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പീഡിൽ മുടി വെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയി കേട്ടോ. മോഡലിലൊന്നും വെട്ടണില്ല കേട്ടോ. കാരണം മോഡലിൽ ഒന്നാമത് ഇവരുടെ സ്കൂളിൽ അലൗഡ് അല്ല. പിന്നെ ഞാൻ എപ്പോഴും പോലീസ് കട്ട് തന്നെയാണ് വെട്ടാറ്, എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ സാലിയുടെ പോലീസ് കട്ട് വെട്ടാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുഞ്ഞോളുടെ മുടി വെട്ടാനായിട്ട് ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ, അപ്പാച്ചി മാതിരി വെട്ടാനായി ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ നമ്മുടെ കുഞ്ഞോള് നല്ല കരച്ചിലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ആ ഭായി എന്തൊക്കെയോ കാണിച്ചു വെച്ചു. ഭായിക്കാണെങ്കിൽ ഒരു തൃപ്തിയില്ലായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് വെട്ടാത്തതുകൊണ്ട് പുള്ളിക്കാരനൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചു കരച്ചിലാണ്, ഒരുവിധമൊക്കെ ഒന്ന് ആക്കി വെച്ചാൽ മതി, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്നേച്ചു ഞാൻ പിള്ളേർക്ക് അപ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. പിള്ളേർക്ക് ചോറും ചിക്കൻ കറിയൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ കുഞ്ഞോൾക്ക് കുറച്ച് ഉണ്ടാക്കി. ആൾ കഴിക്കത്തൊന്നുമില്ല, എന്നാലും കുറച്ച് കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കലേക്ക് കഴിഞ്ഞ് വേഗം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ ഡ്രസ്സ് എടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാലിക്ക് എടുത്ത ഷർട്ടാണ് കേട്ടോ ഇത്. മൂവാറ്റുപുഴ പത്മാസിന്നാണ് നമ്മൾ ആ ഷർട്ട് എടുത്തത്. 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും എടുത്തു. ഇതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. ഇത് രണ്ടും നല്ല അടിപൊളി ഷർട്ടാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവന്. ഇതാണ് അവൻ എടുത്തിട്ടുണ്ടായിരുന്ന പാൻറ്റ്. ഓരോന്ന് എടുത്ത് മടക്കി അവൻ ബാഗിലേക്ക് വെക്കാണ് കേട്ടോ. അവൻ്റെ ബാഗിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നത്. പിന്നെ അടുത്തത് ഇത് നമ്മുടെ അയാന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് മൂവാറ്റുപുഴ കിഡ്സ് വില്ലേയിൽ നിന്നാണ് മേടിച്ചത്. പല സ്ഥലങ്ങളിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുത്തത്. ഇത് അയാൻ്റെ ഷർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അയാൻ്റെ പാൻറ്റാണ്. നമുക്ക് കിഡ്സ് വില്ലേയിൽ നിന്ന് അയാന് ഷർട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മളിത് പത്മാസിയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ബാഗി മോഡൽ പാൻറ്റ് അയാൻ എടുത്തതാണ്. അത് അയാൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് മടക്കി ബാഗിലേക്ക് വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചുരിദാറിൻ്റെ ബോട്ടാണ് കേട്ടോ. ഇതും നമ്മൾ പത്മാസിയിൽ നിന്ന് തന്നെ എടുത്തതാണ്. കോളർ ടൈപ്പ് ചുരിദാറായിരുന്നു കേട്ടോ എനിക്കെടുത്തത്. അപ്പോൾ ആദ്യം പാൻറ്റ് അവിടെ മടക്കി വെച്ചു അവൻ. ഇത് നമ്മുടെ മുഹമ്മദിൻ്റെ ഷർട്ടാണ്.
ഇത് നമ്മൾ കിഡ്സ് വില്ലേന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അയാൻ്റെ ഷർട്ട് എടുത്തില്ലേ, മൂവാറ്റുപുഴയിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത ഷർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നല്ല അടിപൊളി ഷർട്ടൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാന്ന് വെച്ചാൽ വേഗം കരിമ്പൻ അടിപ്പിച്ച് കളഞ്ഞു കേട്ടോ. അത് തന്നെ ഇപ്പം അംഗൻവാടി പോകുമ്പോൾ ഇടുകയാണ് ആൾ. ഇത് അയാൻ മുഹമ്മദിൻ്റെ തന്നെ പാൻറ്റാണ്. അതും നമ്മൾ കിഡ്സ് വില്ലേന്ന് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതെൻ്റെ ചുരിദാറിൻ്റെ ടോപ്പാണ്. ഇത് കോളർ വെച്ചിട്ട് നല്ല അടിപൊളി ചുരിദാറാണ്. ഇക്കാക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഷോള് വരുന്നതും വൈറ്റാണ്. എന്ന് വെച്ചാൽ ബോട്ടം അതുപോലെ ഷോളും വൈറ്റും പിന്നെ ഈ ഒരു ബ്ലൂവും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളതാണ് ടോപ്പ്. പിന്നെ നമ്മുടെ കുഞ്ഞോൾക്ക് നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജോഡി ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മുടെ കുഞ്ഞോൾ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ ഷൂ ഒക്കെ മുകളിൽ ബെർത്തിൻ്റെ മുകളിൽ വെച്ചേക്കാണ് കേട്ടോ. കാരണം ഇവർ അയാനും അതുപോലെ തന്നെ മുഹമ്മദൊക്കെ ചുമ്മാ ഇട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് മുകളിൽ കയറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക് വൈറ്റ് ഷൂ മേടിച്ച സമയത്ത് മേടിച്ച സാധനമാണ് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് അവർ ക്ലീൻ ചെയ്യാണ്. മുഹമ്മദിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അയാൻ്റെയും. ഇത് സാലിയുടെയാണ്. സാലിയുടെ വൈറ്റ് ഷൂ ആണ്. അപ്പോൾ അവൻ ആദ്യമേ അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലി പിന്നെ കുറച്ചും കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ ഷൂവും കാര്യങ്ങളൊക്കെ. മറ്റവർ രണ്ടുപേരും അങ്ങനെയല്ല. അത് എന്താ പറയുക, ശ്രദ്ധിക്കാനുള്ള ഒരു പക്വതയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മുഹമ്മദിൻ്റെ ഷൂ ഒക്കെ നല്ല കളറായി വരുന്നുണ്ട്. ഈ സാധനം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എന്താ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്താ ഉപയോഗിക്കണേന്നൊന്നും. പിന്നെ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി ഫ്രഷായി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ അനിയനാണ് കൊണ്ടുവിടുന്നത്. അനിയൻ്റെ കൂട്ടുകാരൻ്റെ കാറിലാണ് കേട്ടോ. അപ്പോൾ ജെൻസ് എന്നാണ് അവൻ്റെ പേര്. അവനും ഉണ്ട് കൂടെ. കാരണം ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് വേണം അവർക്ക് തൊടുപുഴ വരെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ജെൻസിനുണ്ട് യൂട്യൂബ് ചാനൽ, പേരയ്ക്ക എന്നാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അവൻ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കുറച്ച് ഷോർട്ട് ഫിലിംസൊക്കെ അങ്ങ് വൈറലായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. പേരയ്ക്ക, PERYKKA, പേരയ്ക്ക. അപ്പോൾ അതാണ് അവൻ്റെ ഷോർട്ട് ഫിലിം ചാനലിൻ്റെ പേര്. അപ്പോൾ അവൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞോളെ ഉറക്കത്തിൽ ഞാൻ കണ്ണൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞോളുടെ മിഡിയും ടോപ്പൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ രാജിച്ച് തയ്ച്ചതാണ് കേട്ടോ. നൈറ്റിയുടെ ഒക്കെ പീസ് ബാലൻസ് ഉള്ളതും കൊണ്ട് നല്ല മോഡലിൽ തയ്ച്ചു തന്നതാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. കുഞ്ഞോൾ ഇട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ ഡ്രസ്സ് ഇടിക്കാറുണ്ട്. മുഹമ്മദ് നമ്മുടെ ജെൻസിൻ്റെ മടിയിലിരിക്കുകയാണ്. ഞാനും സാലിം അയാനും കൊച്ചും കൂടെയാണ് പുറകിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇരുത്താൻ പാടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ പറയുക, ഫ്രണ്ടിൽ പിള്ളേരെ ഇരുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ക്യാമറയിൽ വരുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഞങ്ങൾ ഇരുത്തി കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിൽ ചെന്നു. പിന്നെ എന്താ പറയുക, അവർ കയറിയില്ല. അവർ റോട്ടിൽ വണ്ടി ഇട്ടുകൊണ്ട് തന്നെ വേറെ വണ്ടികൾ വന്നിട്ട് അവിടെ ഹോൺ അടിക്കാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അവർ വീട്ടിൽ കയറാണ്ട് തന്നെ വേഗം പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ആരും ഇല്ല കേട്ടോ. ഉമ്മച്ചി അംഗൻവാടി പോയേക്കാണ്, വന്നിട്ടില്ല. അപ്പോൾ ഉമ്മച്ചിനെ വിളിക്കാനായിട്ട് നാത്തൂനും പോയേക്കാണ് കേട്ടോ. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഊഞ്ഞാലുണ്ട്, ചൂരലിൽ ഊഞ്ഞാലുണ്ട്. കുറച്ച് നേരം പിള്ളേർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അതിലായിരിക്കും. അപ്പോൾ നമ്മുടെ സാലി ഊഞ്ഞാലാടാണ്. അപ്പോൾ ഞാനും കുഞ്ഞോളും കൂടെയും കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സമയം കളയാനാണ് കേട്ടോ. പിന്നെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഉമ്മച്ചിയും അവളും കൂടെയും കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി. നമ്മുടെ കുഞ്ഞാളുടെ മുടി വെട്ടിയിട്ടും നമ്മുടെ കുഞ്ഞാളുടെ ഉടുപ്പൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ കുഞ്ഞാളെയും വെച്ചിട്ട് ഇക്കാക്ക് അവിടെ ഇരുന്ന് ഊഞ്ഞാലാടാണ്. അപ്പം ഞാൻ ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാണെന്നറിയില്ല. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ വീട്ടിൽ നിന്ന് കുറേശ്ശെ കൊണ്ടുവന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെറൈറ്റിയും എന്താ പറയുക, പൂക്കളുള്ളത് അധികമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഇലകളുള്ള ടൈപ്പാണ് കേട്ടോ. എല്ലാം പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ചെടികളും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അതൊന്ന് പെട്ടെന്ന് കാണിക്കുക ചെയ്തത്. നമ്മുടെ വീഡിയോ വല്ലാണ്ട് ലെങ്ത്തായി പോകും. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ കൊണ്ടുപോയി വെച്ചു. സാലി അപ്പോഴേക്കും കുഞ്ഞോളെ കൊണ്ടുവന്ന് അവിടെ കിടത്തി. ഇനി സാലിനെ കിട്ടത്തൊന്നുമില്ല. ഇനി പിള്ളേരൊക്കെ ആയിട്ട് കളിക്കലായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞോൾ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആളെ ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. ശനിയും ഞായറും അവിടെ തന്നെയാണ് കല്യാണം. അപ്പോൾ നമ്മുടെ കുഞ്ഞോളുടെ ഉടുപ്പാണ് കേട്ടോ ഇത്. ഞാൻ കുഞ്ഞോളുടെ ഉടുപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അങ്ങനെ നമ്മൾ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. ഹാളിൽ നമ്മൾ കൊച്ചിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേട്ട് ഇറങ്ങിപ്പോണെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫീഡ് ചെയ്യാനും നമസ്കരിക്കാനും ഒക്കെ സ്ഥലമുണ്ട് ആ ഹാളിൽ കേട്ടോ. അങ്ങനെ
കല്യാണ പെണ്ണാണിത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്നോളൂ, കാരണം നമ്മുടെ മുഹമ്മദിനെയും കൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. മുഹമ്മദ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോളുടെ ഉടുപ്പ് ഇതാണ് കേട്ടോ. ഞാൻ പുതിയ ഉടുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ കിഡ്സ് വില്ലേയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു 2 ഉടുപ്പ്. അപ്പോൾ നമ്മുടെ കുഞ്ഞോൾക്ക് നമ്മൾ ഇതിന് മുന്നേ ഒന്നും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ട് എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നെറ്റൊക്കെ വന്ന് നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. അടുത്ത വ്ളോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബായ്.